ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറുതായിട്ട് എൻ്റെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ നോക്കും. എൻ്റെ ജനറൽ സാധനങ്ങളും റൂമും ഒക്കെ കാണിച്ചു തരാൻ നോക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. കാണാം, കമോൺ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. ഞങ്ങൾ കിടക്കുന്നത് ഇവിടെ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ജേണലിൻ്റെ കൂടുതലും ഞാൻ വയ്ക്കുന്ന സാധനങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഇതാണ്. ഇതുണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ജേണൽ സാധനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കുറേ അധികം സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ കബോർഡ് പോലുണ്ട്. ഇതിനകത്തും ഉണ്ട് കുറേ സാധനങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, ഇതിനകത്ത് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നമ്മുടെ അത്രയ്ക്കും സാധനങ്ങളൊന്നും ഇല്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. ഇതുണ്ട, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഭാഗത്തിന്. അപ്പുറത്തെ ഈ ഒരു ഭാഗം ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് അടയ്ക്കട്ടെ. ഞാൻ ഇതടച്ചു. ഇവിടെ ഇത്രയൊക്കെയാണ് ഉള്ളത് നമ്മുടെ സാധനങ്ങളൊക്കെ. അതുണ്ട്, ഇതിനകത്ത് തന്നെ ജേണലിൻ്റെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ആവശ്യമുള്ള. പിന്നെ ഇത് കണ്ട, ഈ ഒരു അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു കബോർഡിനകത്തുള്ളത്. പിന്നെ ഇത് നിങ്ങൾ കണ്ടേല്ലേ. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ക്രോഷറ്റിൻ്റെ നൂലും കാര്യങ്ങളുമാണ് കാണിച്ചു തരാൻ ഞാൻ. ഇത് ബ്ലൂ കളറിലെ നൂല്. എൻ്റെ റെഡ് ഞാൻ തീർന്നു കേട്ടോ, കുറച്ചും കൂടി ഉള്ളൂ ഇനി. പിന്നെ ഇത് നമ്മുടെ ഹുക്കാണ്. ആ ഹുക്കൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഒരു ഗ്രീനും പിങ്കും കൂടി ഉണ്ട്. ആ രണ്ട് കളേഴ്സും കൂടി ഉണ്ട്. ഇനി എൻ്റെ കയ്യിൽ അതും ബ്ലൂവും കൂടി ഉണ്ട്. പിന്നെ വേറെ അവിടെ എന്ന് പറയുന്നത് ഇതൊക്കെ വാഷി ടൈപ്സിൻ്റെ സാധനങ്ങൾ. ഇത് പിന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ പുറകിൽ കാണിച്ചു തരാം. ഇതിനകത്ത് ഇത്രയൊക്കെയാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. കണ്ട, പിന്നെ ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് ഞാൻ തയ്ച്ചയാണ്, തുണി എടുത്തിട്ട് തയ്ച്ചയാണ്. ഈ രണ്ട് ഇതും കുഞ്ഞു തലേണി മാതിരി ഞാൻ തയ്ച്ചയാണ്. ഇത് രണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്ന്. പിന്നെ ഞാൻ സ്കുഷി എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. സ്കുഷി ഒന്ന് ക്യാറ്റിൻ്റെ ആണ്. ക്യാറ്റിൻ്റെ സ്കുഷി. പിന്നെ രണ്ടാമത്തേത് ഇങ്ങനെ കണ്ണിൻ്റെത് കണ്ട. പിന്നെ ഇത് ഞാൻ എൻ്റെ ഡ്രസ്സ്, ഇതേപോലത്തെ ഒരു ഡ്രസ്സ് എനിക്കുണ്ട്. അപ്പം തയ്ക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ബാഗ് തയ്ക്കാൻ വേണ്ടി ഇതെടുത്തതാണ്. അതങ്ങനെ വാങ്ങിച്ച് കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കുറേ പാറ്റേൺ പേപ്പേഴ്സാണ്. ഞാൻ ഓരോന്ന് കളർ വെച്ചിട്ട് 5-6 കളർ ഓരോരോ കളർ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ കണ്ട, കളർ വെച്ചിട്ട് 5-6 അങ്ങനെ ഓരോന്നൊക്കെ കുറേ ഉണ്ടാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇനി നമുക്കത് അങ്ങോട്ട് വയ്ക്കാം. നിങ്ങൾക്ക് ഇതേപോലെ കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഇതെൻ്റെ സ്കൂൾ ടൈം ടേബിളാണ്. ഇത് കറക്റ്റായിട്ട് ഇത് സ്കൂൾ ടൈം ടേബിൾ. ഇത് ട്യൂഷൻ ടൈം ടേബിൾ ആയിരുന്നു, പകരം ഇപ്പം മാറ്റി. കാരണം എനിക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആവാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാറ്റി. ഇത് ഞാൻ ചെയ്തതാണ് കണ്ണാടി വെച്ചിട്ട്. പിന്നെ ഇത് നമ്മുടെ ക്രിസ്മസിന് കിട്ടുന്ന മോളില്ലേ, ആ ബോൾസാണ് ഇതൊക്കെ. കണ്ട, അത് ഞാനിവിടെ ഇങ്ങനെ അങ്ങ് സൂക്ഷിച്ചങ്ങ് ഇട്ടേക്കുക. പിന്നെ എൻ്റെ വാളിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഇതാട്ടത് കണ്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ട്രോഫീസാണ്. ഇത് എനിക്കും എൻ്റെ അനിയനും അനിയത്തിക്കും ഒക്കെ കിട്ടിയിട്ടുള്ള ട്രോഫികളാണ് ഇതൊക്കെ. ഉണ്ടാക്കി ഇതെല്ലാം കുറേ ഉണ്ട് ഗൈസ്. ഇതെല്ലാം എൻ്റെ അനിയനും അനിയത്തിക്കും എനിക്കും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ ട്രോഫി ഫുള്ളേ. പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ 3 പേരാണ് ടോട്ടലുള്ളത്. അപ്പം ഞങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന ബാഗുകൾ കാണിച്ചു തരാം. ഇതെൻ്റെ അനിയത്തീൻ്റെയാണ്. അവൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് 6 വയസ്സായി. ഇതാണ് അവളുടെ ബാഗ് എന്ന് പറയുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. ടൈം ടേബിളൊക്കെ അടുക്കി വെച്ചിരിക്കുവാണ്. പിന്നെ ഇതെൻ്റെ അനിയൻ്റെ ബാഗാണ്. അവൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് 8 വയസ്സായിട്ടുണ്ട്. ഇതാണ് അവൻ്റെ ബാഗ്. ഇനി എൻ്റെ ബാഗ് ഇത് എൻ്റെയാണ്, എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗാണ്. എനിക്ക് ഇച്ചിരി ക്യൂട്ടായിട്ടുള്ളതൊക്കെ വേണം. ഇതാണ് ഞാൻ ഈ ഒരു ബാഗ് സ്കൂളിൽ കൊണ്ടുപോകാൻ ചൂസ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ 3 പേരുടെയുമാണ് അത് സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ്. ഇനി മദ്രസയിൽ കൊണ്ടുപോകുന്ന ബാഗ് കാണിച്ചു തരാം.
ഇതാണ് അപ്പോൾ എൻ്റെ മദ്രസയിൽ കൊണ്ടുപോകുന്നൊരു ബാഗ്. വാട്ടർമെലൺ ടീമിലൊക്കെ വരുന്നതാണ്. ഇതെൻ്റെ മദ്രസയിൽ കൊണ്ടുപോകുന്ന ബാഗാണ്. എൻ്റെ അനിയൻ്റെയും കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. അപ്പം നമ്മുടെ ഈ ബാഗും പിന്നെ എൻ്റെ അനിയൻ്റെയും ബാഗും മദ്രസയിൽ കൊണ്ടുപോകുന്നു, സ്കൂളിൽ കൊണ്ടുപോകുന്നു. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ അനിയത്തിൻ്റെ മദ്രസയിൽ കൊണ്ടുപോകുന്ന ബാഗ്. ഇതെൻ്റെ അനിയൻ്റെ മദ്രസയിൽ കൊണ്ടുപോകുന്ന ബാഗാണ്. ഇതെൻ്റെ അതായത് ഇപ്പുറത്തെ ഭാഗത്തുള്ള ഒരു വാളിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതെൻ്റെ അനിയത്തി ചെയ്തതാണ്. ഇത് ഞാൻ ചെയ്തയാട്ടെ ഈ ഒരു ഇത്. പിന്നെ ഇതും ഞാൻ ചെയ്തതാണ്. ഇതെൻ്റെ കസിനെത്തി ചെയ്ത് തന്നെയാണ്. എല്ലാവരെയും ഓരോന്ന് ചെയ്തത് ഭിത്തിയിലുണ്ട് ഗൈസ്, ഞങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അഫ്രിൻസ് വണ്ടർ വേൾഡ് എന്നാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം ഗൈസ്. അപ്പം ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് കാണണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. പേര് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, അഫ്രിൻസ് വണ്ടർ വേൾഡ് എന്നാണ് എൻ്റെ യൂട്യൂബിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യണം. അപ്പോൾ താങ്ക് യു. ഓക്കെ, ബൈ ബൈ.